ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യപിതാശാഖം വന്ദേ വാൽമീകോകിലം. വാൽമീകിരിസംഭൂതം രാമം ഭൂനിധിസങ്കത ശ്രീമദ് രാമായണീ ഗംഗ പുനാദോ വനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 161 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനേക രാക്ഷസന്മാരെ വാനരന്മാർ കൊന്നത് നമ്മൾ വായിച്ചു. പ്രഗത്ഭന്മാരായ കുറേ ആളുകൾ കുറച്ച് വിസ്തരിച്ച് പറഞ്ഞു. ഇനി മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ രാവണവധം കഴിയുന്നത് വരെ ഈ തരത്തിലുള്ള യുദ്ധവർണ്ണനകളാണ് നമ്മൾ കാണുക. ഓരോരോ യുദ്ധത്തിനും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണമൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ യുദ്ധരീതി ഒന്നായിരുന്നു, ആയുധങ്ങൾ ഒരേപോലെ ആയിരുന്നു. യുദ്ധം ചെയ്യുന്ന ആളുകളുടെ പേര് മാറി വരുന്നതല്ലാതെ കാര്യമായ വ്യതിചലനങ്ങളൊന്നുമില്ല. പിന്നെ രാവണനും കുംഭകർണനൊക്കെ യുദ്ധം ചെയ്യും, അവർ ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്യുമൊക്കെയാണ് യുദ്ധഗതിയിൽ സാമാന്യത്തിൽ കവിഞ്ഞ ചില സംഗതികൾ സംഭവിക്കുന്നത്. ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് ആവർത്തനം കുറേ ഉണ്ടാവും. മരങ്ങൾ എടുത്തെറിഞ്ഞു, മരം കൊണ്ടടിച്ചു, പാറക്കെട്ടെറിഞ്ഞു എന്നൊക്കെയുള്ളതാണ് എപ്പോഴും കാണുക വാനരന്മാരുടെ യുദ്ധത്തിൽ. അതായത് നമ്മൾ വിഷയത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടിയിട്ട് യുദ്ധത്തെ സാമാന്യമായിട്ട് അവലോകനം ചെയ്യാണ്. നേരത്തെ പറഞ്ഞു ധൂമ്രാക്ഷനെ വധിച്ചത് പറഞ്ഞു കഴിഞ്ഞു. ധൂമ്രാക്ഷൻ വധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ രാവണൻ ക്രോധത്തോടു കൂടിയിട്ട് ക്രോധേന മഹതാവിഷ്ടോ എന്നാണ്, വലിയ ക്രോധത്തോടു കൂടിയിട്ട് വജ്രദംഷ്ടൻ എന്ന് പറയുന്ന ബലവാനായ രാക്ഷസനെ വിളിച്ചു. ഇവരൊന്നും ഒറ്റയ്ക്ക് മോശക്കാരല്ല. പക്ഷേ വാനരന്മാരുടെ അമിത ബലവും സാമർഥ്യത്തിന് മുമ്പിൽ പിന്നെ രാക്ഷസന്മാരുടെ കഷ്ടകാലമായതുകൊണ്ട് അതുകൊണ്ട് അവർക്ക് പരാജയം പറ്റിയെന്നേ ഉള്ളൂ. ഈ പോകുന്ന ഓരോ ആളും സാമാന്യ പ്രഗത്ഭന്മാരാണ്. ദേവന്മാരെ പോലും നേരിടാൻ വിഷമമില്ലാത്ത ആളുകളാണ്. പക്ഷേ തൽക്കാലം കാലം അവർക്ക് വിപരീതമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വാഗ്ദേവദംഷ്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഗച്ഛത്വം വീരനിര്യാഹി രാക്ഷസൈഹരി വാരിത. രാക്ഷസന്മാരോട് കൂടി ചെന്നിട്ട് ചെല്ലൂ. എന്നിട്ട് രാമം സുഗ്രീവം, രാമനെ സുഗ്രീവനെ ജഹി വധിക്കൂ, അവരൊക്കെ വധിച്ചു വരൂ എന്ന് പറഞ്ഞു. പിന്നെ നേതാവായ രാവണൻ്റെ നിർദ്ദേശം കിട്ടി കഴിഞ്ഞാൽ അവരാർക്കും മടിയില്ല. രാവണന് വേണ്ടി മരിക്കാൻ ഇവർക്കാർക്കും മടിയില്ല. ഉടനെ തന്നെ അയാൾ പുറപ്പെട്ടു. ആ പുറപ്പെടലൊക്കെ സാധാരണ പോലെയാണ്. ഗംഭീരമായ തേര്, കുതിരകൾ, അനേകം തരത്തിലുള്ള ആയുധങ്ങൾ, അങ്ങനെ ആയുധത്തിന് പുറപ്പെട്ടു. നാനാവിധത്തിലുള്ള വാളുകൾ, സോമരങ്ങൾ, മുസലങ്ങൾ, ഭിന്തിപാലങ്ങൾ, ഗദകൾ, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് പുറപ്പാട്. അയാൾ പുറപ്പെടുന്ന സമയത്തും കുറേ ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ രാക്ഷസന്മാർ വരുമ്പോൾ ഇത് പറയുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം അവർ യുദ്ധത്തിൽ തോൽക്കാൻ പോകുന്നു എന്നുള്ളതല്ല, ഒരു സൂചനയായിട്ടാണ്. പക്ഷേ ഇവർ വീരന്മാരാണ്, ഭീരുക്കളല്ല. അതുകൊണ്ട് അവർ ഈ ദുർനിമിത്തങ്ങളൊന്നും കാര്യമായി കണക്കാക്കാതെ യുദ്ധത്തിന് പോവുകയാണ്. അങ്ങനെ അങ്ങോട്ട് ചെന്നിട്ട് രാക്ഷസ സൈന്യങ്ങളാകട്ടെ ഈ വജ്രദംഷ്ടൻ നേതാവായിട്ട് വന്നപ്പോൾ ആർത്ത് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. വാനരന്മാരവരെ നേരിട്ടു. അതാണ് അതുകൊണ്ടിരിക്കുന്നത്. ദുർനിമിത്തങ്ങളൊക്കെ അവർ അവഗണിച്ചുകൊണ്ടാണ് പോയത്. ഏതാൻ അല്പാധികാൻ ദൃഷ്ട്വാ വജ്രദംഷ്ടം മഹാബല ധൈര്യമാരംഭ്യ തേജസ്വി. ധീരതയോടുകൂടി തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് അയാൾ അവിടെ ചെന്നിട്ട് വജ്രദംഷ്ടോ ഭൃശം രണൈ രണേ വിത്രാസേൻ ഹരീൻ. വാനരന്മാരൊക്കെ നല്ല അസ്ത്ര വൈദഗ്ധ്യം കൊണ്ട് നിരന്തരമായ അസ്ത്രപ്രയോഗം കൊണ്ട് കുറെ കഷ്ടപ്പെടുത്തി. വാനരന്മാർ തൽക്കാലത്തേക്ക് ഓടേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവർ തിരിച്ചു വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അംഗദൻ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വന്നു. അംഗദൻ നേതാവായിട്ട് മുമ്പിൽ നിന്നപ്പോൾ നേരത്തെ പരാജയപ്പെട്ടു എന്നുള്ള പോയ വാനരന്മാരൊക്കെ തിരിച്ചു വന്നു. അംഗദനും ഈ വജ്രദംഷ്ടം കഴിഞ്ഞ് കാര്യമായ യുദ്ധമാണ് 54-ാമത്തെ സർഗത്തിൽ വർണ്ണിക്കുന്നത്. അവിടെ അവർ സാധാരണ തന്നെ പലതരത്തിലുള്ളതായ ആയുധങ്ങളും പ്രയോഗിച്ചു.
അനവധി ആൾക്കാർക്ക് കൈകാലുകളൊക്കെ ഛേദിക്കപ്പെട്ടു, ശവങ്ങളൊക്കെ അവിടെ വീണു. വാനര രാക്ഷസാച്ചാപി നിവേദുസ്തത്ര ഭൂതലേ എന്നാണ്. രാക്ഷസന്മാർ വാനരന്മാരൊക്കെ ജീവൻ വെടിഞ്ഞ് നിലത്ത് വീണു. വജ്രദംഷ്ടനായിട്ട് ആ സമയത്ത് വില്ലേന്ത്യ കൈകളോട് കൂടിയിട്ട് ആ സൈന്യത്തിലേക്ക് കടന്നു കയറി. വജ്രദംഷ്ടോ അംഗദസ്റ്റോഭോ യോയുധ്യേതാ പരസ്പരം എന്നാണ്. അംഗദനും വജ്രദംഷ്ടനും അതിഭീകരമായ യുദ്ധമുണ്ടായി. ഒരു ഘട്ടത്തിൽ വജ്രദംഷ്ടൻ്റെ തേരൊക്കെ തകർത്തു, പാറക്കഷ്ണം എറിഞ്ഞിട്ട് തകർത്തു. പക്ഷെ അയാൾ ധീരതയോടുകൂടി തേരിൽ ചാടി വാളുമൊക്കെ എടുത്തിട്ട് വന്നു. ഒടുവിൽ വലിയൊരു വൃക്ഷം പറിച്ചത് തലയ്ക്ക് അടിച്ചു അംഗദൻ. അങ്ങനെയാണ് ഈ വജ്രദൃഷ്ടൻ വധിക്കുന്നത്. വജ്ര എന്താ ചെയ്തത്? നിർമ്മലേന സുധൗതേന ഖഡ്ഗേന ദസ്യവച്ചിര ജഘാല വജ്രദംഷ്ടസ്യ ബാലിസൂനും ആത്മന. ആത്മാവായ ബാലിസൂനും വാളുമൊക്കെ എടുത്ത് വരുന്നുണ്ടായിരുന്നു. ആ വജ്രദംഷ്ടൻ ആള് തന്നെ വാങ്ങിയിട്ട് അയാളെ അറക്കുകയാണ് ചെയ്തത്. അതാണ് ഇതിനെ പറയുന്നത് ജഘാന വജ്രദംഷ്ടസ്യ. വജ്രദംഷ്ടൻ്റെ വാളുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അയാളെ വധിച്ചു. വജ്രദംഷ്ടം കഥന്തൃഷ്ട. വജ്രദംഷ്ടം കൊല്ലപ്പെട്ടു കണ്ടപ്പോൾ ഹനുമാൻ രാവണൻ വളരെ ക്രുദ്ധനായി. പിന്നീട് 55-56 അകമ്പനുമായിട്ടുള്ള യുദ്ധം വർണ്ണിക്കുകയാണ്. ഓരോരോ രാക്ഷസനും കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ രാവണൻ താൻ തോൽക്കില്ല എന്നുള്ള അടുത്തയാളെ പറഞ്ഞിരിക്കുകയാണ്. അകമ്പനോട് പറഞ്ഞു, ശീഘ്രം നിര്യാന്തദുർധർഷ രാക്ഷസാ ഭീമവിക്രമ. ഭീമവിക്രമന്മാരായ രാക്ഷസന്മാരോട് കൂടിയിട്ട് ചെല്ലൂ, എന്നിട്ട് ആ രാമലക്ഷ്മണന്മാരെ സുഗ്രീവനൊക്കെ വധിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാൻ. ഈ രാക്ഷസന്മാർ എങ്ങനെയുള്ളവരാണ്? നിത്യം സമരപ്രിയ, യുദ്ധം ചെയ്യാൻ മടിയെന്നുള്ളവരല്ല എന്ന് മാത്രമല്ല അവർക്ക് പ്രിയവും കൂടിയാണ്. അതുകൊണ്ട് ചെല്ലൂ എന്ന് പറഞ്ഞു. അകമ്പൻ്റെ നേതൃത്വത്തിൽ പുറപ്പെടുന്നതാണ് ഇതിനെ പറയുന്നത്. രഥമാസ്ഥായ വിപുലം ദത്തകാഞ്ചനഭൂഷണം മേഘാഭോ മേഘവർണ്ണശ്ച മേഘസ്വനമഹഞ്ജന. വലിയ ഇടിവെട്ടുന്ന ശബ്ദത്തോടു കൂടി ഗംഭീരമായ തേരിൽ കയറി സ്വർണ്ണഭൂഷിതമായിരുന്നു നോക്കിയാണ് കേമായിട്ടാണ് പുറപ്പെട്ടത്. അകമ്പൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ കുലുങ്ങാത്തവനാണ്. കമ്പനം ചെയ്യാൻ ഇളകുക എന്നാണ്. സൈന്യങ്ങളോ യുദ്ധത്തൊന്നും ഭയപ്പെടാത്ത ആളാണ്. അയാളങ്ങനെ പുറപ്പെട്ടു. അപ്പോഴും അനേക തരത്തിലുള്ളതായ വിപരീത ലക്ഷണങ്ങളാണ് ഉണ്ടായത്. വിവർണോ മുഖവർണ്ണസ്ഥ ഗദ്യതസ്ഥാഭവൻ സ്വന അപവരസു ദിനേകാലേ ദുർദിനം രൂക്ഷമാരുതം. മോശമായ കാലാവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷികളൊക്കെ അപ്രദക്ഷിണമായിട്ട് പറന്നു. ഇങ്ങനെ പലതരത്തിലുള്ളതായ വിപരീത ലക്ഷണങ്ങൾ, ദുർദിനത്വങ്ങളാണ് കണ്ടത്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ അയാൾ യുദ്ധത്തിന് ചെന്നു. എന്നിട്ട് സമ്പ്രദാനിജ ഭൂതാനി ദുർദശിരേ നഗ്ധജോന പതാകാന ചർമാവാതുരവിവ. ആ യുദ്ധം ഇങ്ങനെ പൊടിപൊടിയായി നടന്നുകൊണ്ടിരിക്കെ ഈ വാനരന്മാരുടെയും രാക്ഷസന്മാരുടെയും തേരുരിൻ്റെ ഒക്കെ ശക്തി കൊണ്ടൊക്കെ പൊടിപടലങ്ങൾ ആകാശത്തോളം ഉയർന്നു. വാസ്തവത്തിൽ ഇരുട് വ്യാപിച്ച പോലെ തോന്നി. ആർക്കും തിരിച്ചറിയാൻ കഴിയായിരുന്നില്ല. അതാണ് നഗ്ധജോന പതാകാവ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ ഇരുട്ടിൽ നിന്നും യുദ്ധം വേണ്ടാന്ന് വെച്ചാൽ അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് പലപ്പോഴും വാനരന്മാരെ തന്നെയും രാക്ഷസന്മാരൊക്കെ കൊന്നുപോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ അധികമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സാരഥിയോട് തന്നെ തേരാളിയോട് അകമ്പനം പറഞ്ഞു, ആ എവിടെയാണോ രാക്ഷസന്മാരെ കേമായിട്ട് വാനന്മാർ വധിച്ചുകൊണ്ടിരിക്കുന്നത് അവിടത്തേക്ക് പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതികേമനായിരിക്കുന്ന അകമ്പനം വരുന്ന കണ്ടപ്പോൾ തൽക്കാലത്തേക്ക് വാനന്മാർ അദ്ദേഹത്തിൻ്റെ ക്രോധ അഗ്നിയിൽ ദഹിച്ചു പോകുന്ന പോലെ ഓടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. മകൻ അകമ്പനസ്തു ശൈലാപങ്കനുമന്തമസ്ഥിതം. അപ്പോഴാണ് ഈ കുറേ വാനന്മാരൊക്കെ ഓടിപ്പോയെങ്കിലും പാറ പോലെ ഉറത്തിരിക്കുന്നവനായ ഹനുമാനെ കണ്ടു. ഹനുമാൻ്റെ അടുത്തേക്ക് അകമ്പനം വന്നു. അതിന് അകമ്പനൻ ഹനുമാനുമായിട്ടാണ് കാര്യമായിട്ട് യുദ്ധം ചെയ്തത്. ഹനുമാൻ ഗൃഹീത്വാ സുമഹാശൈലം പാണിനൈകേനം ആരുതി. തന്നെ ഒരു കൈ കൊണ്ട് തന്നെ വലിയൊരു പാറക്കല്ല് പൊങ്ങിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തെ എറിഞ്ഞു. അത് തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ട് പൊടിയാക്കി കളഞ്ഞു. തം പർവ്വതം അഗ്രം ആകാശേ രക്ഷോ ബാണവിധാരിതം. ആ രാക്ഷസൻ്റെ ബാണം കൊണ്ട് അത് മുറുകിപ്പോയി. അപ്പോൾ ഹനുമാൻ ദേഷ്യം വന്നിട്ട് വേറൊന്നെടുത്തു എന്നാണ്. ഹനുമാൻ പരമവൃദ്ധനായിട്ട് ദ്രുമാൻ വൃക്ഷങ്ങളൊക്കെ എടുത്തെറിഞ്ഞു. അങ്ങനെ ഒടുവിൽ ഗജാംസ
സ ഗജ ആരോഹൻ സരഥൻ രഥിനസ്തഥ. തേരാളിയെയും കുതിരകളെയും രഥമൊക്കെ തകർത്തു. അതിനൊടുവിൽ വലിയൊരു അശ്വകർണം മരുതവൃക്ഷം ഒരിച്ചെടുത്തു ഹനുമാൻ. എന്നിട്ട് അതുകൊണ്ട് അയാളുടെ തലക്കടിച്ചു. അങ്ങനെയാണ് ഈ അകമ്പനെ വധിച്ചത്. സവൃക്ഷേണ ഹതസ്തേന സക്രോധേന മഹാത്മന രാക്ഷസോ വാനരേന്ദ്രേണ പപാതജ മഹാരജ. ആ വൃക്ഷത്തിനുകൊണ്ട് തലയ്ക്ക് കെട്ടി അടിയേറ്റിട്ട് ആ അകമ്പനും വീണു. അകമ്പനം വീണതോടുകൂടിയിട്ട് ഈ വാനന്മാർക്കൊക്കെ വലിയ ഉത്സാഹമായി. അവർ വലിയ ആർപ്പുളികളൊക്കെ ചെയ്തു. അതൊക്കെ ഓരോ യുദ്ധത്തിലും രാക്ഷസന്മാർ വധിക്കപ്പെടുമ്പോൾ അവർ ചെയ്യുന്നതാണ്. അതൊക്കെ ചെയ്തു. അവിടെ എന്ത് ചെയ്തു? എല്ലാവരും വലിയ സന്തോഷമായിട്ട് ഹനുമാനെ സ്തുതിച്ചു. അതൊക്കെയാണ് ആ സർഗത്തിനൊടുവിൽ പറയുന്നത്. തേഷു ലങ്കാവഹിഷ്ടേഷു രാക്ഷസേഷു മകാബലാ സമേത്യ സർവേ ഹനുമന്ത ബഹൂജയൻ. രാക്ഷസന്മാരാകട്ടെ തങ്ങളുടെ നേതാവായ അകമ്പനം വധിക്കപ്പെട്ട് കണ്ടപ്പോൾ പരിഭ്രമിച്ച ലങ്കയിലേക്ക് ഓടിപ്പോയി. മറ്റുള്ളവരൊക്കെ അപൂജയൻ ദേവഗണസ്തരാഗബിന്ദ്വയൻ ജലാമോദിവലസ്ഥ ലക്ഷ്മണ. വാനന്മാർ മാത്രമല്ല, സാക്ഷാൽ രാമനും ലക്ഷ്മണനും ഒക്കെ ഹനുമാന്റെ ഈ ശക്തിയൊക്കെ പുകഴ്ത്തി. തഥൈഹ സുഗ്രീവമുഖ പ്ലവംഗമാ. സുഗ്രീവൻ മുതലായിരിക്കുന്ന വാനന്മാരൊക്കെ വിഭീഷണസ്ഥൈവ മഹാബലം തഥാ. അവരൊക്കെ ഹനുമാന്റെ ബാഹുവീര്യത്തെ അകമ്പനെ കൊന്നല്ലോ, അതിനെ പ്രശംസിച്ചു. ഇനി പിന്നെ യുദ്ധത്തിൽ വരുന്നത് പ്രഹസ്തൻ. പ്രഹസ്തൻ നമ്മൾ മുമ്പും നമ്മളെ പരിചയപ്പെട്ടുള്ളതാണ്. രാവണൻ്റെ ഒരു മന്ത്രി കൂടിയാണ്, മഹാബലവാനാണ്, സേനാപതിയായിരുന്നു. അപ്പം അകമ്പൻ വജ്രദംഷ്ടൻ പോയി, ധൂമ്രാക്ഷം പോയി, അകമ്പനം വധിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ രാവണൻ പ്രഹസ്തനെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ മോശമായ കാലമാണ് നമുക്ക് വരുന്നത് തോന്നുന്നു. പോയ രാക്ഷസന്മാരൊക്കെ ഒരാളും തിരിച്ചു വന്നില്ല. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളെപ്പോലെ പ്രഗത്ഭമായ ആളിനെ നേരിടേണ്ടി വരും. അതുകൊണ്ട് യുദ്ധബോധിതനായ പ്രഹസ്തനോട് പറഞ്ഞത്, അഹം വാ കുംഭകർണോ വാ ത്വംബാ സേനാപതിർമമ. ഇനി ഇവരോട് നേരിടാൻ നിസ്സാരന്മാരൊന്നും അയച്ചിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഞാനോ താങ്കളോ അല്ലെ കുംഭകർണനോ ഇന്ദ്രജിത്തോ തന്നെ വേണ്ടി വരും ഇവർ നേരിടാൻ. അതുകൊണ്ട് ബലവാനായിരിക്കുന്ന ആളാണ്, യുദ്ധത്തിൽ ചെല്ലുമോ എന്ന് പറഞ്ഞു. അവർക്ക് മടിയൊന്നുമില്ല, യുദ്ധത്തിന് മടിയില്ല എന്ന് മാത്രമല്ല, രാവണനെ തൊഴുതുകൊണ്ട് പ്രഹസ്തം പറഞ്ഞു, രാജൻ മന്ത്രിപൂർവൻ കുശലീ സഹമന്ത്രിഭി. നമ്മളിപ്പോൾ ഏതായാലും യുദ്ധത്തിൽ വന്ന് വിട്ടു. പക്ഷെ അന്ന് ആ മന്ത്രാലോചന നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു, സീതയെ മടക്കി കൊടുക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. അതേതായാലും ഉണ്ടായില്ല. ഇനിയിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവിടെ യുദ്ധത്തിൽ ഞാൻ പോയിക്കൊള്ളാം എന്ന മട്ടിലാണ്. പ്രഹസ്തൻ പറഞ്ഞു, അങ്ങ് എല്ലാ കാലത്തും എന്നെ ആദരിച്ചിട്ടേ ഉള്ളൂ, എനിക്ക് സ്ഥാനമാനങ്ങൾ തന്നു, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുടെ വാക്കിനെ ഞാനെന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും തള്ളിക്കളയില്ല. സോഹം ആനയിച്ച സതതം പൂജിതസ്ത്വയാ. അങ്ങനെയാൽ ഞാൻ പൂജിക്കപ്പെട്ടവരാണ്. എനിക്ക് വേണ്ട സ്ഥാനമാനങ്ങൾക്കൊന്നും സേനാപതിയാക്കി വെച്ചു. അങ്ങനെയുള്ള അങ്ങ് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അങ്ങനെ വിട്ടുകളഞ്ഞ് ഞാൻ പോകില്ലാണല്ലോ. അതുകൊണ്ട് എനിക്ക് വേറെ ജീവിത ലക്ഷ്യങ്ങളുമില്ല. നഹിമേ ജീവിതം ലക്ഷ്യം പുത്രധാരധനാനിജ ത്വം പശ്യമാൻ ജുഹൂഷന്തം ത്വദർത്ഥം ജീവിതം യുധി. അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് ഞാൻ. അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ എനിക്ക് മടിയില്ല. എനിക്ക് പുത്രന്മാരോ ഭാര്യയോ ധനമൊന്നും പ്രധാനപ്പെട്ടതല്ല, ജീവൻ പോലും പ്രധാനപ്പെട്ടതല്ല എന്നർത്ഥം. അതുകൊണ്ട് യുദ്ധത്തിന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് സൈന്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടാൻ പറഞ്ഞു. സമാനേതമേ ശീഘ്രൻ രാക്ഷസാനം മഹാബലം. അങ്ങനെ മഹാബലന്മാരായ രാക്ഷസന്മാരൊക്കെ വിളിച്ചു കൂട്ടി തേരുകളൊക്കെ അടുപ്പിച്ചു യുദ്ധത്തിന് പുറപ്പെടാൻ. പുറപ്പാടൊക്കെ എല്ലാവരും വല്ല കേമായിട്ടാണ്, അതിനൊക്കെ വർണ്ണിക്കും. എന്തൊക്കെ ഇത് അസാമന്ത്ര രാജാനം ഭേരീമാഹത്യ ഭൈരവം. വലിയ പെരുമ്പറകളൊക്കെ കൊട്ടി ആരുരോഹരഥം യുക്ത പ്രഹസ്ത സത്യകൽപ്പിതം. തേരൊക്കെ വേണ്ട പോലെ ഒരുക്കി കൂട്ടി ആയുധങ്ങളൊക്കെ അത് എടുത്തു വെച്ചു. ഗംഭീരമായിട്ടാണ് പുറപ്പെട്ടു. ലങ്കായ നിജയൂതൂർണം ബലേന മഹതാവൃത. വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട് കിഴക്കേ കോട്ടയിലൂടെയാണ് ഈ പ്രഹസ്തൻ യുദ്ധകളത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഭീമരൂപ മഹാകായ പ്രഹസ്തസ്യ പുരസ്സര. ഓരോരോ നേതാവും പുറപ്പെടുമ്പോൾ ചെറുകിട ആളുകളൊക്കെ രാക്ഷസന്മാരൊക്കെ വലിയ സന്തോഷത്തോടെ പുറപ്പെടും. അങ്ങനെ കുറേ ആൾക്കാർ പ്രഹസ്തൻ്റെ കൂടെ പോയി. അവരാണ് നരാന്തകൻ, സമുന്നതൻ, മഹാനാഥൻ, താരൻ. ഇവരൊക്കെ വധിക്കപ്പെടുന്നതായി നമുക്ക് കാണാം. ഇങ്ങനെയുള്ള കുറേ രാക്ഷസന്മാരൊക്കെ ചെറുകിടാലിലാണ് എന്ന് പറഞ്ഞാൽ പ്രഹസ്തനെയോ കുംഭകർണനെയൊക്കെ അപേക്ഷിച്ച് ചെറുകിടക്കാരാന്നേ ഉള്ളൂ. അതൊക്കെ വലിയ യോഗ്യന്മാരാണ്. അവരൊക്കെ കൂടിയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. പിന്നെ യുദ്ധത്തിൻ്റെ വർണ്ണന
നേരത്തെ പറഞ്ഞതുപോലെ സാമാന്യം ഒരുപോലെ തന്നെയാണ് ഇദ്ദേഹം അതിഗംഭീരമായ തേരിൽ കയറി വരുന്നത് കണ്ടപ്പോൾ രാമൻ വിഭീഷണനോട് ചോദിച്ചു, ഈ വരുന്നവൻ ആരാണെന്ന് ചോദിച്ചു. കൂടെയുള്ള ആളിലൊക്കെ വിഭീഷണൻ പരിചയപ്പെടുത്തി കൊടുത്തു. വിഭീഷണൻ അവരൊക്കെ നല്ല പരിചയമുള്ള ആളാണല്ലോ. ഏഷ സേനാപതിസ്തസ്യ പ്രഹസ്തോ നാമ രാക്ഷസ. രാവണോട് പറഞ്ഞു, ഇത് പ്രഹസ്തനാണ്, രാവണൻ്റെ സേനാപതിയാണ്. ഇങ്ങനെ ഓരോ ആളെയും പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം അവർ തമ്മിൽ, വാനരന്മാരും രാക്ഷസന്മാർ തമ്മിൽ, രാമലക്ഷ്മന്മാർ തമ്മിൽ ഗംഭീരമായ യുദ്ധമുണ്ടായി. അത് പറയാൻ പൂത്തുലഞ്ഞ മരങ്ങൾ പറിച്ചെടുത്തിട്ടും പാറകളൊഴിഞ്ഞ് വാനരന്മാർ നിലകൊണ്ടു. രാക്ഷസന്മാരാകട്ടെ ശൂലം, കുന്തം, ഗദ മുതലായിരിക്കുന്ന ആയുധങ്ങളായിട്ട് പറഞ്ഞു. അപ്പോൾ പലരും തെറിച്ചു, പല ശൂലം നിറച്ച് വീണു, ചില കൈകാലുകൾ ഒടിഞ്ഞു. അങ്ങനെ സാധാരണ യുദ്ധത്തിലുള്ളതുപോലെ തന്നെ പലർക്കും പല അപകടങ്ങളും പറ്റി. വജ്രം പോലെ കഠിനമായ കൈത്തരം കൊണ്ടും മുഷ്ടി കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു. ചില ചോര ഛർദ്ദിച്ചു, ചില കണ്ണും പല്ലുകളൊക്കെ വാനരന്മാരെ അടിച്ചു തെറിപ്പിച്ചു. രാക്ഷസന്മാരുടെ ആർത്തസ്വനം ജപന്നാഥം സിംഹനാഥം ദതാം. ചിലരൊക്കെ വീരുകളായാലും വേദന സഹിക്കാതെ ആർത്തസ്വരം പുറപ്പെടുവിച്ചു. ചില വേദനയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മറച്ചു വെക്കാതൊക്കെ വേണം വെല്ലുവിളികളും പരാക്രമത്തിൻ്റെ സ്വരങ്ങളും പുറപ്പെടുവിച്ചു. വാനരാ രാക്ഷസാകൃദ്ധ വീരമാർഗം അനുവൃത. രാക്ഷസന്മാരും ഒക്കെ വീരന്മാരുടെ മാർഗത്തെ അനുസരിക്കുന്നവർ അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു. ദിവിദോഷതസംഗേന ജഗാനൈകം നരാന്തകം. ഒക്കെ നരാന്തകൻ എന്ന രാക്ഷസനെ ദിവിതൻ എന്ന വാനരൻ വലിയ പാറക്കഷ്ണം എടുത്തിട്ട് കൊന്നു. അവരെ യുദ്ധമൊന്നും വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരാളുടെ ദുർമുഖ പുനരുത്ഥായ കവി സർവ്വസുന്ദ്രമം. ദുർമുഖൻ എന്ന് പറയുന്ന കവി ശ്രേഷ്ഠൻ സമുന്നതൻ എന്ന് പറയുന്ന രാക്ഷസനെ വധിച്ചു, വൃക്ഷം കൊണ്ട് അടിച്ചിട്ടാണ്. ജാമ്പവാനാകട്ടെ മഹാനാഥനെ നേരിട്ടു. ജാമ്പവാസ്തു സുസംക്രുദ്ധ പ്രഗൃഹ്യ മഹതീം ജലം പാതയാമാസ തേജസ്വി മഹാനാഥസ്യ വക്ഷസി. മഹാനാഥനെ നെഞ്ചത്തിടിച്ചിട്ട് തല്ലിട്ടു ജാമ്പവാൻ. കുംഭകനു എന്ന് പറയുന്ന വാനരൻ താരൻ എന്ന രാക്ഷസനെ വധിച്ചു. ഇങ്ങനെ ഇതൊക്കെ ചെറുകിടക്കാരാണ്, അവരൊക്കെ വധിച്ചു വിടുന്നു. ഈ പ്രഹസ്തനാകട്ടെ എൻ്റെ സൈന്യങ്ങളെ കൊല്ലുന്നുണ്ടപ്പോൾ നേരിട്ട് അവർ നേരിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. നീലനാണ് വാനരന്മാരുടെ പക്ഷത്തുനിന്ന് ആദ്യമായിട്ട് പ്രഹസ്തൻ നേരിടുന്നു. നീല ശരൈരഭിഗതോ ദിശിതൈ ജലനോ പോയി. അഗ്നിജ്വാല പോലുള്ളതായ അസ്ത്രങ്ങൾ നിരന്തരമായി അയച്ചു പ്രഹസ്തൻ. അതൊക്കെ ഏറ്റെങ്കിലും അദ്ദേഹം പ്രഹസ്തം താഴെ ആ മാസ വൃക്ഷം ഉൾപ്പട്ടി വീര്യവൻ. ധീരമായ വൃക്ഷം പറിച്ചെടുത്തിട്ട് ആ പ്രഹസ്തൻ അടിച്ചു എന്നാണ്. ഈ പ്രഹസ്തനാകട്ടെ തൻ്റെ ഹസ്തജാലങ്ങളെ കൊണ്ട് ഈ വൃക്ഷങ്ങളൊക്കെ തനിക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന വൃക്ഷങ്ങളൊക്കെ മുഴുവൻ തകർത്തുകയും ചെയ്തു. ഇങ്ങനെ പല പ്രാവശ്യം ഉണ്ടായി. ആ സമയത്ത് ഒരിക്കലും തേരൊക്കെ ഇല്ലാതായി, അദ്ദേഹത്തിന് വില്ലൊക്കെ നശിച്ചു. അപ്പോൾ ഇരുമ്പലൊക്കെ എടുത്ത് തേരിൽ നിന്ന് പുറത്തേക്ക് ചാടി എന്ന് പറഞ്ഞില്ല. പ്രഗൃഹ്യ മുസലൻ രോഷം ചെന്തനാത് അവപുപ്ലുവേ. ആ തേരിന്ന് ചാടി ഇറങ്ങി അവർ ഇന്ദ്രനും വൃത്രനും പണ്ട് യുദ്ധം ചെയ്ത പോലെയൊക്കെ മാറ്റി യുദ്ധം ചെയ്ത് നോക്കിയാൽ പറയുന്നത്. പ്രസിദ്ധമായ യുദ്ധമാണ് ഇന്ദ്ര വൃത്ര യുദ്ധം പുരാണത്തിൽ. അത് ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ പലപ്പോഴും പഴയ യുദ്ധങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുക സാധാരണയാണ്. ഏതായാലും കുറച്ചേരിങ്ങനെ ഇഞ്ഞോട്ടിരിക്കെ ഈ നീലൻ പ്രഹസ്തസ്യ ശിലാം നീലോ മൂർധനി തൂർണം അപാതയൽ നീലേന വിമുഖേന വിമുക്താമഹതീ ശില വിഭേദ ബഹുധാഗോര പ്രഹസ്തസ്യ ശിരസ്തധാം. ഗംഭീരമായ ഒരു വലിയ പാറ തന്നെ പൊട്ടിച്ചെടുത്തിട്ട് എറിഞ്ഞു. അത് ഈ പ്രഹസ്തൻ്റെ തലയ്ക്ക് കൊണ്ടു. പ്രഹസ്തൻ്റെ മൂർധാവ് ചെതറിപ്പോയി, പളർന്നു. ഗതാസുരോ ജീവൻ മറവിട്ട് ഐശ്വര്യക്കൊട്ടവനായിട്ട് നിലത്ത് വീഴുകയും ചെയ്തു. പ്രഹസ്തൻ വീണ് കണ്ടപ്പോൾ മറ്റു രാക്ഷസന്മാർ, ബാക്കിയുണ്ടായിരുന്ന കുറേ രാക്ഷസന്മാരൊക്കെ ഭീതരായിട്ട് ഓടുകയും ചെയ്തു. സതസ്തു നീലോ വിജയീ മഹാബല പ്രശസ്യമാനസ്വകൃതേന കർമ്മണ. നീലനാകട്ടെ തൻ്റെ ഈ പ്രശസ്തമായ കർമ്മം കൊണ്ട് വളരെയധികം മാന്യനായി തീർന്നു. വാനരന്മാരൊക്കെ ഒന്ന് അയാളെ സ്തുതിച്ചു, ജയിച്ചുമല്ലോ ഞാൻ ചെയ്തു. ഇത്രയാണുള്ളത്. ഇനി 59ാമത്തെ സർഗത്തിലാണ് രാവണനും രാമനും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നു, ഏറ്റുമുട്ടുന്നു. അപ്പം ഇങ്ങനെ വജ്രദംഷ്ടൻ, പ്രഹസ്തൻ, അകമ്പനൻ കുറേ ആൾക്കാരെ വധിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ രാവണൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി താൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുക നല്ലത്. ഇനി അല്പന്മാരായ ഇവരെ നയിക്കേണ്ട കാര്യമില്ല, താൻ തന്നെ എന്നിട്ട് വാനരന്മാരെയും
രാമലക്ഷ്മണന്മാരെയും നശിപ്പിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് രാവണൻ്റെ പുറപ്പാടാണ്. രാവണൻ പറഞ്ഞു കോട്ടകളൊക്കെ വേണ്ട പോലെ രക്ഷിക്കണമെന്നൊക്കെ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. രാവണൻ തന്നെ യുദ്ധക്കളത്തിൽ പോകാൻ നിന്നപ്പോൾ അനേകം രാക്ഷസന്മാർ കൂടെ ചെല്ലും. കാരണം നേതാവായിരിക്കുന്നയാളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു. രാവണൻ പറഞ്ഞു, എല്ലാവരും എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ വാനരന്മാർ ലങ്ക മുഴുവൻ കയ്യേറും, മുഴുവൻ അപകടമാക്കി തീർക്കും. അതുകൊണ്ട് കുറച്ചാൾക്കാരിവിടെ കാവൽ നിൽക്കണം. ഇതിനൊക്കെ നേരിടാൻ ഞാൻ തന്നെ മതി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സോഹൻ ജിപുവിനാശായ വിജയായ വിചാരൻ സ്വയമേവ ഗമിഷ്യാമി രണതീക്ഷണം അത്ഭുതം. ഞാൻ തന്നെ മതി ഇവരൊക്കെ നേരിടാൻ, ഞാൻ സ്വയം പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഏവമുക്തജ്വലന പ്രകാശൻ രഥം ദുരംഗോത്തമരാജീകൃതം, ശ്രേഷ്ഠങ്ങളായ കുതിരകളെ പൂട്ടിയ അഗ്നി പോലെ ജലിക്കുന്നതായ രഥത്തിൽ കയറി നോക്കിയാണ്. സമാരുരോഹം അമരരാജശത്രു, ദേവന്മാർക്ക് ശത്രുവായിരിക്കുന്ന ഈ രാവണൻ ഗംഭീരമായ തേരിൽ കയറി. പിന്നെ അദ്ദേഹത്തിന് ആ പടക്കളത്തിലേക്കുള്ള യാത്രയൊക്കെ വിസ്തരിക്കുകയാണ്. ലതന്ത്രാക്ഷസാനീകമതി പ്രചണ്ഡമാലോക്യ രാമോ ഭുജകേന്ദ്ര മുഖ്യ വിഭീഷണം ശസ്ത്രഭൃതം വരിഷ്ഠമുവാച സേനാനുഗത ശ്രീയും. ഇപ്പോൾ രാവണൻ്റെ വരവ് കണ്ടപ്പോൾ രാവണനെ അങ്ങനെ നേരിട്ടധികം അടുത്ത് കണ്ടിട്ടില്ലല്ലോ രാമൻ. അവിടെ വിഭീഷണനോട് ചോദിച്ചു, ആരാണ് ഈ വരുന്നയാള്? മഹാനാപതാക ധ്വജതനുഷ്ടം, ധാരാളം തരത്തിലുള്ള പതാകകളോട് കൂടിയിട്ട് കുടകളോട് കൂടിയിട്ട് വലിയ കേമായിട്ടാണ് യുദ്ധത്തിലാണ് വരുന്നത്. ഒരു പുറപ്പെടുക, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ രാവണൻ്റെ കൂടെ വേറെയും കുറേ കേവന്മാരായ രാക്ഷസന്മാരുണ്ടായിരുന്നു. ഇവരൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരൂ എന്ന് പറയാം. ശശംസരാമസ്തബലപ്രവേഗം മഹാത്മനൻ രാക്ഷസപുങ്കഭാനം, രാക്ഷസരാഷ്ട്രന്മാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ ഓരോ ആളെയായിട്ട് വിഭീഷണൻ പറഞ്ഞു. ഇന്ദ്രജിത്ത് കൂടെ ഉണ്ടായിരുന്നു. നാംനാധികായോ ദിവർത്ഥകായ, അതികമായ പുറ്റൻ ശരീരത്തോടു കൂടിയുള്ള അധികായനാണെന്ന് പറഞ്ഞു. ഒരാൾ മഹോദരനാണ്. ഖരം ഗർജതി, ഗംഭീരമായ ഗർജനത്തോടു കൂടിയിരുന്ന ആൾ മഹോദരനാണ്. പിന്നെ പറഞ്ഞു ഒരു ശിരസ്സുണ്ട്, അതിൻ്റെ കൂടെ വൃഷേന്ദ്രമാസ്തായ ഒരു വലിയ കാളപ്പുറത്താണ് വരുന്നത്. വേറൊരു വിദ്യാൻ കുംഭനാണ്, വേറൊരാൾ നികുംഭനാണ്. ഇവരൊക്കെ തമ്മിലുള്ള യുദ്ധവും ഇവരൊക്കെ വധിക്കപ്പെടുന്നു എന്നുള്ള സർഗങ്ങൾ നമുക്ക് കാണാം. പിന്നെ നരാന്തകനുണ്ട്. പിന്നെ ചില പേരുകളൊക്കെ ആവർത്തിക്കുന്നത് കാണാം. അത് ചിലപ്പോൾ അതേ പേരുള്ള വേറെ രാക്ഷസന്മാരാവാം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവസാനമായി രാവണനെ പരിചയപ്പെടുത്തി. രാവണനോട് പറ്റി പറയാൻ പറഞ്ഞ തത്രേഷ രക്ഷോധിപതി മഹാത്മാ ഭൂതവിപതോരൗ ദൈവാമഭാതി, ഭൂതഗണങ്ങളാൽ ചുറ്റപ്പെട്ട സാക്ഷാൽ ശ്രീരുദ്രനെ പോലെ കേമനായി വരുന്നവൻ രാവണനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവണനെ കണ്ടപ്പോൾ രാമൻ ആദ്യമായിട്ടുള്ള പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തൻ്റെ ശത്രുവാണ്, തൻ്റെ ഭാര്യ അപഹരിച്ചവനാണ്. പക്ഷെ അതൊക്കെ ആണെങ്കിലും ശത്രുവിൻ്റെ കേമത്വത്തെ രാമൻ ബഹുമാനിക്കുക ചെയ്തത്. അഹോ ദീപ്തമഹോ തേജ രാവണോ രാക്ഷസേശ്വര ആദിത്യയോ ദുഷ്പ്രേക്ഷ്യോ രശ്മിവിർഭാതി രാവണ. ആദ്യമായിട്ട് രാമൻ പറഞ്ഞതാണ്. അതാ ഇദ്ദേഹം അഹോ അത്ഭുതം തന്നെയാണ് അയാളുടെ തേജസ് എന്നാണ്. ഇയാൾ ആദിത്യവ ദുഷ്പ്രേക്ഷ്യ, ഉദിച്ചു വരുന്ന സൂര്യനെ നേർക്ക് ഒരാൾക്ക് നോക്കാൻ സാധിക്കില്ല, അത്രയധികം തേജസ്സുള്ളവനാണല്ലോ ഇവന്. രക്തലക്ഷയ രൂപം തേജസ്സമാവൃതം, തേജസ്സോടു കൂടിയവനാണ്. യഥാർത്ഥത്തിൽ ഈ അക്രമത്തിൻ്റെയും അന്യായത്തിൻ്റെയും വഴി പോയിരുന്നില്ലെങ്കിൽ ഇയാൾ വളരെയധികം തേജസ്സുള്ളവനാണ്, ബഹുമാനിക്കപ്പെടേണ്ടവനുമാണ്. ഇതൊക്കെയാണ് രാമൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞത്. ഇത് പറയുകയാണ്, ദൈവാധീനത്താൽ ഇവൻ എൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നുവല്ലോ, ഇനി എൻ്റെ ക്രോധം സീതാപഹരണം മൂലം എനിക്കുള്ള ആ ക്രോധം ഞാൻ ഇവൻ്റെ നേർക്ക് ചാട്ടി വിടുന്നുണ്ട് എന്നിട്ട് തുടങ്ങി. ആ സമയത്ത് ലക്ഷ്മണൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലക്ഷ്മൺ ഞാൻ ഇയാളെ നേരിട്ടുള്ള തൽക്കാലത്തേക്ക് അത് രാമൻ സമ്മതിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് പല രാക്ഷസന്മാർ കൂടെ വന്നിട്ടുണ്ടല്ലോ, അവരുടെ നേർക്കൊക്കെ വാനരന്മാർ അതിഗംഭീരമായിട്ട് യുദ്ധം ചെയ്തു. സാധാരണ ചെയ്യുന്ന പോലെ പാറക്കെട്ട് എടുത്തെറിഞ്ഞു, മരം പൊരിച്ചടിച്ചു. സുഗ്രീവൻ്റെ ആ സമയത്ത് രാവണൻ ഗംഭീരമായ ഒരു അസ്ത്രം ചെയ്ത് വിട്ടു. അത് സുഗ്രീവൻ്റെ ശരീരത്തിൽ തറച്ചു കയറി. സുഗ്രീവൻ തൽക്കാലത്തേക്ക് അമ്പലെന്നെങ്കിലും ബോധം കെട്ട് വീണ് പോലും ചെയ്തു ഒരു നിമിഷ നേരത്തേക്ക്. അപ്പോഴേക്ക് രാക്ഷസന്മാർ ആർത്ത് വിളിച്ചു, ഗവയൻ ഗവയൻ സുഷേണൻ നിഷഭൻ ജ്യോതിമുഖൻ എന്നൊക്കെ ആളുകളൊക്കെ കൂടിയിട്ട് ആ
ശൈലങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് രാവണനൊക്കെ എറിഞ്ഞു. സുഗ്രീവൻ ബോധം തെളിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇയാളെ നേരിട്ടാളാം എന്ന് പറഞ്ഞു. ലക്ഷ്മണ പ്രാഞ്ജലിഭ്യഭേത്യ തൊഴുകയോട് പറഞ്ഞു, വധമിഷ്യാമഖ്യം വധമിഷ്യാമ്യഹം ചൈതം അനുജാനീഹി മാം വിഭോ. ഞാൻ ഇയാളെ വധിച്ചോളാം, എനിക്ക് അനുവാദം തരുമെന്ന് പറഞ്ഞു. രാമനാകട്ടെ ലക്ഷ്മണന് അല്ലെ വീര്യം പ്രകടിപ്പിക്കാനുള്ള അവസരം ഇല്ലാതായി പോകണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നില്ല. ലക്ഷ്മണനും രാവണനും തമ്മിൽ കുറച്ചേറെ യുദ്ധം ചെയ്തു. അധികമായിട്ടാണ് യുദ്ധം ചെയ്തത്. പക്ഷെ ഒരു ബാലനായിട്ട് മാത്രമേ രാവണൻ ലക്ഷ്മണനെ കരുതിയുള്ളൂ. അങ്ങനെയൊക്കെ രാവണൻ എന്ത് ചെയ്തു, ഒരു വേല് ലക്ഷ്മണനൊക്കെ പ്രയോഗിച്ചു. ആ വേല് നെഞ്ചത്തേറ്റ് ലക്ഷ്മണൻ തൽക്കാലത്തേക്ക് വീണുപോയി. വീണുപോയപ്പോൾ രഥത്തിൽ നിന്നിറങ്ങിയിട്ട് രാവണൻ ആ ലക്ഷ്മണനെ ഇരുകൈകൾ കൊണ്ടും പിടിച്ചെടുത്ത് കൊണ്ടുവരാൻ നോക്കി. ശത്രുപക്ഷത്തുള്ളൊരു പ്രധാന നേതാവിനെ ഇതിലേക്ക് തടങ്കലിലാക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് വെക്കാൻ നോക്കി. അപ്പോഴേക്ക് ഹനുമാൻ കണ്ടു. ഹനുമാൻ ചെന്നിട്ട് രാവണന് ഒരു പ്രഹരം കൊടുത്തു. ആ പ്രഹരം കൊണ്ട് രാവണൻ ആ പടം ഒലഞ്ഞുപോയി. പക്ഷെ വീഴുകയോ മരിക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ ഹനുമാൻ്റെ പ്രഹരത്തിൻ്റെ ശക്തി അന്ന് രാവണന് മനസ്സിലായി. രാവണൻ പറഞ്ഞു, നീ ആൾ ബലവാൻ തന്നെ, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഹനുമാൻ അതിനെപ്പറ്റി വലിയ അഭിമാനം തോന്നിയില്ല എന്നാണ്. ഹനുമാൻ പറഞ്ഞു, എൻ്റെ ഇടിയേറ്റ ഒറ്റ ഇടി കൊണ്ട് തന്നെ ആളിൽ മരിക്കേണ്ടതാണ്, അങ്ങ് മരിച്ചില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ബലത്തിനെ പറ്റി വേണ്ടത്ര ബഹുമാനമില്ല എന്നാണ് പറഞ്ഞു. ഏതായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാമൻ വന്നിട്ട് രാവണനായിട്ട് ഇതിന് പുറപ്പെട്ടു. ഈ ഹനുമാൻ എന്ത് ചെയ്തു, ഈ ലക്ഷ്മണനെ നിലത്ത് കിടക്കുന്ന ലക്ഷ്മണനെ രാവണന് കൈലാസപർവ്വതം പോലും പൊക്കിയിട്ടുള്ള രാവണന് എടുക്കാൻ കഴിയാത്ത ആ ലക്ഷ്മണൻ്റെ ശരീരം ലാഘവമായിട്ട് എടുത്തിട്ട് അവിടെ മാറ്റി രാമനോട് പറഞ്ഞത് എൻ്റെ മുതുകിൽ കയറിയിട്ട് അങ്ങ് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാവണൻ തമ്മിൽ ആദ്യമായി യുദ്ധം നടക്കുകയാണ്. അവർ പല അസ്ത്രങ്ങളും പ്രയോഗിച്ചു. ഒരു ഘട്ടത്തിൽ രാമൻ നിശിതങ്ങളായ അസ്ത്രങ്ങൾ കൊണ്ട് രാവണൻ്റെ തേര് തകർത്തു, സാരഥിയെ തകർത്തു. രാവണൻ്റെ കിരീടങ്ങളൊക്കെ തെറിച്ചുപോയി എന്നുള്ള അവസ്ഥയിൽ വന്നു. രാവണൻ്റെ വില്ല് താഴെ വീണു. രാവണനാകപ്പാട് ഫലത്തിൽ നിരായുധനായി ക്ഷീണിതനായി തീർന്നു. അങ്ങനെ ക്ഷീണിതനായി രഥോടഞ്ഞവനായി തൽക്കാലം ഭ്രമിച്ചു വശായ രാവണനോട് രാമൻ പറഞ്ഞു, അല്ലയോ രാവണ, നീ ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു, അതുകൊണ്ട് തിരിച്ച് ലങ്കയിൽ പോയിട്ട് നാളെ പുതിയ തേരും പുതിയ ആയുധങ്ങളൊക്കെ ആയിട്ട് വരൂ, നമുക്ക് നാളെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് വളരെ അത്ഭുതകരമായ സംഗതിയാണ്. കാരണം തനിക്ക് വളരെ ശത്രുവായിരിക്കുന്ന എൻ്റെ ഭാര്യയെ അപഹരിച്ചവനായ ഈ രാവണനെ എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്നൊരു സന്ദർഭം വന്നപ്പോൾ ആ രാമൻ ചെയ്തത് അതാണ്. അദ്ദേഹത്തിൽ മാഹാത്മ്യം കാണിക്കുന്നത്. ഒരാൾ ദുർബലനായിരിക്കും, അവശനായിരിക്കും കൊല്ലുന്നതിൽ അർത്ഥമില്ല. അയാൾ ബലവാനായിരിക്കും തന്നെ അയാളെ നേരിടണം എന്നുള്ള വിചാരം കൊണ്ട് പറഞ്ഞു, അവിടെ അങ്ങ് പോയിട്ട് വരൂ, അപ്പോൾ നാളെ എത്തും ചെയ്യാമെന്ന്. രാവണന് വേറെ ഗതിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവണൻ ആപ്പാടെ നാണം കെട്ടവനായി തീർന്നു. ഒരു മനുഷ്യരൂപിയായ രാമനിൽ നിന്നുണ്ടായി പരാജയം രാവണൻ ആപ്പാടെ ഒരച്ചു കളഞ്ഞു. പക്ഷെ വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് രാവണൻ തലതാഴ്ത്തിക്കൊണ്ട് ലങ്കയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് താൻ നേരിട്ട് രാമനെ യുദ്ധത്തിനില്ല, ഒരാളെ പറഞ്ഞേക്കാമെന്ന് വീണ്ടും വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുംഭകർണൻ, ഇന്ദ്രജിത്ത് മുതലായവരൊക്കെ അയക്കുന്നത്. ആ ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ആദ്യത്തെ യുദ്ധത്തിൽ ആദ്യത്തെ ഏറ്റുമുട്ടലിൽ രാവണന് പരാജയമാണ് ഉണ്ടായത്. വധിക്കപ്പെട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാവണൻ ആപ്പാടെ ലജ്ജിച്ചു. അങ്ങനെ വളരെയധികം മനസ്താപത്തോടു കൂടിയിട്ട് അപമാന ഭീതിയോട് കൂടിയിട്ട് ലങ്കയിലേക്ക് തന്നെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ 59-ാം സർഗം കഴിയുന്നത്. ഇനി അടുത്ത സർഗത്തിൽ അപ്പോഴാണ് രാവണൻ കുംഭകർണനെ പറ്റി ഓർത്തത്. എനിക്ക് വളരെയധികം ബലവാനായ അനുജനുണ്ട്, പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഉറക്കിലാണ്. ഒരിക്കൽ ഉറങ്ങിക്കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞിട്ടേ ഉണരുള്ളൂ. ഇപ്പോൾ ഈ കുംഭകർണൻ ഉറങ്ങുന്ന സമയമായിരുന്നു. കുംഭകർണൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് വലിയ ഉപകാരമാവും. അപ്പോൾ ആ കുംഭകർണനെ എങ്ങനെയെങ്കിലും ഉണർത്തണം. ആളെ ഉണർത്തുക എളുപ്പമല്ല. അപ്പോൾ അതിനുവേണ്ടി രാക്ഷസന്മാരെ നിയോഗിക്കുകയാണ്. ആ കുംഭകർണനെ ഉണർത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിട്ട് പറയൂ എന്ന് പറഞ്ഞിട്ട് രാക്ഷസന്മാരെ അയക്കാൻ. ഇനി അടുത്ത സർഗത്തിൽ വളരെ രസകരമായ സർഗമാണ്, വളരെ ദീർഘമായ അതുമാണ്. ഈ രാക്ഷസേന്ദ്രനായ കുംഭകർണനെ നോക്കുന്നതിനാക്കാൻ വേണ്ടിയിട്ട് രാക്ഷസന്മാർ എന്തൊക്കെ പണിയെടുത്തു, എന്തൊക്കെ കളയിച്ചിട്ടാണ് അയാളെ ഉണർത്തിയത് എന്നുള്ളതിൻ്റെ വിവരണമാണ്.
അതും പിന്നീട് കുംഭകർണൻ്റെ യുദ്ധം, കുംഭകർണ വധം മുതലായതൊക്കെയാണ്. അത് തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം. തൽക്കാലം ഇവിടെ ഉപസംഹരിക്കാൻ. നമസ്കാരം.